ഡിജിറ്റൽ ഫോറത്തിൻ്റെ പ്രസിഡന്റ് വർഗീസ്, സ്വാഗതം ആശംസ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട സാന്നിധ്യത്താൽ മറ്റേ ഇവിടെ ആയിരിക്കുന്ന ഡിജിറ്റൽ ഫോറത്തിൻ്റെ പ്രതിനിധികൾ, പ്രിയമുള്ള ആലപ്പുഴ നിവാസികൾ, ഇന്ന് കേരളത്തെ വളരെ വലിയ രീതിയിൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു വിപത്തിന് എതിരെയാണ് നമ്മളിവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും ഇന്നത്തെ പത്രങ്ങൾ തുറന്നു നോക്കിയാൽ പത്രത്താളുകൾ യഥാർത്ഥത്തിൽ ചോര കൊണ്ടും അക്രമം കൊണ്ടും ലഹരി കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. പണ്ട് പത്രമാധ്യമങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ വായനയ്ക്കൊരു സുഖം ഉണ്ടായിരുന്നു. വാർത്തകൾ വായിക്കുക, നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് പൊതുവായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ രാഷ്ട്രീയ ബോധ്യമൊക്കെ നമ്മളിൽ നിന്ന് വളരുന്നതിനൊക്കെ പത്രം സഹായിക്കുക. ഇന്ന് സത്യം പറഞ്ഞാൽ പത്രം എടുത്തു നോക്കിയാൽ പത്രത്തിന്റെ പേജുകളിൽ ഏതാണ്ട് 90% സ്പോർട്സിന് ഒരു പേജ് മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആ പേജിലൂടെ കടക്കുന്നില്ല എന്നുള്ളത്. ബാക്കിയുള്ള പേജുകളെല്ലാം ഏതാണ്ട് ലഹരി, അക്രമം, ഇതുപോലുള്ള വിഷയങ്ങൾ നാടിയിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നാടിനെ ഈ വ്യാപിച്ചിരിക്കുന്ന വിപത്തിനെതിരെ കൈകോർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്നു. ലഹരി എന്ന് പറയുന്ന ഒരു വിപത്ത് ലഹരി പണ്ട് മുതലേ ഉണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പം മുതലായാലും അല്ലെങ്കിൽ അതിനു മുമ്പായാലും ഒക്കെ തന്നെ ലഹരി എന്ന് പറയുന്ന വാക്ക് നടത്തുന്നത്. ലഹരിയെ നല്ല രൂപത്തിൽ വാക്കിന്റെ അർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം, മോശമായ രൂപത്തിൽ വേണമെങ്കിലും എടുക്കാം. ലഹരി എന്ന വാക്കിന്റെ അർത്ഥം ഇഷ്ടമെന്ന് മാത്രമേ. പക്ഷെ പണ്ടൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ നല്ല ഇഷ്ടങ്ങളുണ്ടായിരുന്നു. കായികപരമാവുന്ന ഇഷ്ടങ്ങളുണ്ടായിരുന്നു, കലാപരമാവുന്ന ഇഷ്ടങ്ങളുണ്ടായിരുന്നു, സൗഹൃദങ്ങൾ എന്ന് പറയുന്ന ഇഷ്ടങ്ങളുണ്ടായിരുന്നു. രാമചന്ദ്ര സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വരയുടെ ലോകത്തിൽ, ഒരു ചിത്രരചനയുടെ ഇഷ്ടങ്ങൾ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു ഇഷ്ടങ്ങളുടെ ലോകത്തിൽ. ഈ ഇഷ്ടങ്ങളൊന്നും വ്യക്തികളെയോ കുടുംബങ്ങളെയോ സമൂഹത്തെയോ നശിപ്പിക്കുന്ന ഇഷ്ടങ്ങളല്ലായിരുന്നു. എന്നാൽ ഇന്ന് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും എല്ലാം അതിന് തകർച്ച ഉണ്ടാക്കുന്ന ചില ഇഷ്ടങ്ങളുടെ ലോകത്തേക്ക് നമ്മുടെ പുതിയ തലമുറ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ പലയിടത്ത വേദികളുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ മദ്യത്തിനെതിരായി എനിക്ക് സംസാരിക്കാറുണ്ട്. മദ്യം ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ വിഷയമല്ല എന്നുള്ളതല്ല. മദ്യവും യഥാർത്ഥത്തിൽ ലഹരി വസ്തു തന്നെയാണ്. പക്ഷെ അത് കഴിച്ചു പിറ്റേന്ന് നേരം എടുക്കുമ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോൾ വേണമെങ്കിൽ രക്തത്തിൽ നിന്ന് അംശം നഷ്ടപ്പെട്ടു പോകാം. അത് ഉപയോഗിക്കുന്ന അളവിനനുസരിച്ച്, പക്ഷേ നേരം എടുത്തും കൃത്യമായ അളവൊക്കെ ഇല്ലാതെ ഉപയോഗിക്കുന്ന സമയത്ത് ശാരീരികമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു 10-24 മണിക്കൂർ കഴിയുമ്പോൾ കരളിന്റെയും കിഡ്നിയുടെയും പ്രവർത്തനങ്ങൾ കാരണം ശരീരത്തിൽ അതിന്റെ അളവ് കുറയാനുള്ള സാധ്യത. പക്ഷെ പുതിയ കാലത്ത് ലഹരി വസ്തുക്കളാകുന്ന തീവ്രമായ മയക്കുമരുന്നുകൾ, അതിന്റെ രാസപ്രവർത്തനം യഥാർത്ഥത്തിൽ ശരീരത്തിൽ കഴുത്ത് താഴോട്ടല്ല പ്രവർത്തിക്കുന്നത്. 99% കഴുത്തിന് മുകളിലോട്ട് തലച്ചോറിലേക്കാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന വ്യക്തി 1-2 ഉപയോഗത്തിന് ശേഷം തന്നെ ജീവിതം നഷ്ടപ്പെട്ടു പോയി ഭ്രാന്തമായ അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ വളരെ ഭ്രാന്തം. ഒരു 10-20 അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വളരെ കൂടുതൽ രോഗികളെ കാണാൻ സാധിക്കും. ഇത് ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല. 80 വർഷം മുമ്പാണ് ജപ്പാനില് അണുബോംബ് പൊട്ടിയത്. 80 വർഷം, 1945 അണുബോംബ്. 80 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ രോഗികളാണ്. അവിടുത്തെ അമ്മയോ അപ്പനെയോ ഒന്നും കഴിച്ച മരുന്നിനെ കുറിച്ചല്ല പറയുന്നത്. വെളിയിൽ ഉപയോഗിച്ച ഒരു അണുബോംബിന്റെ വിസ്ഫോടനം ഇപ്പോഴത്തെ തലമുറയാണ് ബാധിക്കുന്നത് മനസ്സിലായി. കാസർഗോഡ് ജില്ലയിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ മരുന്ന് നിരോധിച്ചു. അത് ചെടിക്കടിച്ച മരുന്നാണ്. ഇത് നിരോധിച്ചത് പോലും ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എൻഡോസൾഫാൻ രോഗബാധിതരാണ്. നമുക്കറിയാം, നമ്മുടെ സെക്രട്ടറിയേറ്റിന്റെ മുന്നിലേക്ക് പലപ്പോഴും എൻഡോസൾഫാൻ രോഗബാധിതർ വന്ന് ഈ പറയുന്ന ചികിത്സാ സഹായത്തിനൊക്കെയുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന അമ്മമാര് ചെറിയ തല വളർന്നതും കാലുകൾക്ക് കൈകളുള്ളതും ശാരീരികമായ വൈകല്യം ഒക്കെ ഉള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ ഉള്ളത്. ഞാൻ ഈ 2 കാര്യങ്ങൾ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചത്. പുറത്ത് നടക്കുന്ന ഒരു രാസപ്രവർത്തനങ്ങളുടെ ഫലം പോലും അവിടുത്തെ കുഞ്ഞുങ്ങളെ അഫക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബാധിക്കുന്നുവെങ്കിൽ പുതിയ കാലത്തെയും നമ്മുടെ പുതിയ തലമുറ ഉപയോഗിക്കുന്ന മാരകമായ ലഹരി വസ്തുക്കളിലുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യം എത്രമാത്രം നമ്മുടെ അടുത്ത തലമുറയെ ബാധിക്കാൻ പോകുന്നു എന്ന് നമ്മുടെ പുതിയ തലമുറ ചിന്തിക്കുന്നു. അവരിൽ കൂടി കടന്നു വരേണ്ട ഒരു പുതിയ തലമുറ. നാളെ ഈ നാട് മുന്നോട്ട് പോകണം. നാളെ ഈ നാട് മുന്നോട്ട് പോകണമെങ്കിൽ അടുത്ത ഒരു തലമുറ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അടുത്ത തലമുറ
വരുന്നത് ഇവരിൽ കൂടി, ഈ പുതിയ തലമുറ, ഇപ്പോൾ ജീവിക്കുന്ന ഈ പുതിയ ന്യൂജൻ തലമുറകളിൽ കൂടി കടന്നു വരുന്ന ഇക്കാൻ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന തലമുറയിൽ കൂടിയാണ് കടന്നു വരുന്നതെങ്കിൽ അതിലുണ്ടാകാൻ പോകുന്ന രോഗാവസ്ഥകൾ എത്രമാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വളരെ മാരകമായ രോഗാവസ്ഥകൾ വഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ആയിരിക്കും അടുത്ത ഒരു 10-15 വർഷം കഴിഞ്ഞ് നമുക്ക് കാണേണ്ടത്, അഭിനയിക്കുന്നതായി വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയിൽ ഈ നാട്ടിൽ ജീവിക്കേണ്ടത്. വളരെ മാരകമായ ഒരു പ്രവർത്തനമാണ് ഈ പുതിയ ലഹരി വസ്തുക്കൾ, ശാസ്ത്രീയമായ രീതിയിൽ സിന്തറ്റിക് ഡ്രഗ്സുകൾ എന്നൊക്കെ പറയുന്ന രീതികളിൽ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏകദേശം 2-3 ദിവസമൊക്കെ അതിന്റെ എഫക്ട് ഇരിക്കും. അപ്പൊ ഇതിന്റെ എഫക്ട് താൽക്കാലിക സന്തോഷങ്ങളാണ്, താൽക്കാലിക സന്തോഷം, ജീവിതത്തിൽ ഉള്ളിൽ കിട്ടുന്ന സന്തോഷമല്ല. പക്ഷെ പലപ്പോഴും നമുക്ക് പണ്ട് കാലത്ത് നല്ല ലഹരികൾ, വായനകളുടെ ലഹരികളോ കലാപരമായ ലഹരികളോ ഒക്കെ ഇഷ്ടപ്പെടുന്നതോ നമുക്ക് അതിൽ കൂടി കിട്ടുന്ന സന്തോഷം അജീവനാന്ത കാല സന്തോഷമായിരുന്നു. പക്ഷെ ഈ പുതിയ തലമുറ താൽക്കാലികമായി കണ്ടെത്തുന്ന സന്തോഷങ്ങൾ അവർക്ക് കുറച്ച് നേരത്തേക്കോ കുറച്ച് ദിവസത്തേക്കോ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടി അവർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണെന്ന് മനസ്സിലായി. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ കേന്ദ്ര നിയമങ്ങളായതുകൊണ്ട്, കാരണം നമ്മുടെ നാട്ടിലെ 3 തരത്തിലാണ് നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. ഒന്ന് സ്റ്റേറ്റ് നിയമങ്ങളുണ്ട്, 2 സെൻട്രൽ നിയമങ്ങളുണ്ട്, ഇത് 2 കൂടെ ചേർന്ന നിയമങ്ങളുണ്ട്. നമ്മുടെ യൂണിയൻ ലിസ്റ്റെന്നും സ്റ്റേറ്റ് ലിസ്റ്റെന്നും കൺകറന്റ് ലിസ്റ്റെന്നും ഒക്കെയാണ് ഈ സോഷ്യലിസ്റ്റ് പഠിക്കുന്ന സമയത്ത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ്. അപ്പൊ പല സംസ്ഥാനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, നിയമങ്ങൾ രൂപീകരിക്കാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും അതിനകത്ത് എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നിയമം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നിയമം ഉണ്ടാക്കി വരുന്നതിന്റെ ഒരു കാലതാമസവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ നിയമത്തിന്റെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ കാലതാമസം പക്ഷേ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് എന്ന് മനസ്സിലായി. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയുന്നത് പലപ്പോഴും നമ്മുടെ പുതിയ തലമുറ വിചാരിക്കുന്നത് ചെറിയ കേസുകളൊക്കെ പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകും. ചെറിയ കേസുകൾ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് പെറ്റി അടച്ചോ അല്ലെങ്കിൽ ചെറിയ ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്ന വ്യവസ്ഥകളായിട്ടാണ് മാറുന്നത്. പക്ഷെ ഒരു പെറ്റി അടയ്ക്കുമ്പോൾ നമ്മൾ ഞാൻ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യുന്നു, എനിക്ക് ക്യാമറയിൽ ഫോട്ടോ എടുത്തു, എന്റെ പെറ്റി എനിക്ക് ഫൈൻ വന്നു, ഞാൻ പെറ്റി അടച്ചു. പെറ്റി അടച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ കുറ്റം അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു, കുറ്റത്തെ സ്വീകരിച്ചു കഴിഞ്ഞു, സമ്മതിച്ചു കഴിഞ്ഞു. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നു, 2 ദിവസത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലോ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കുറ്റം അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ പുതിയ തലമുറ അറിയുന്നില്ല ഈ ലഹരി വസ്തുമായി ബന്ധപ്പെട്ട ചെറിയ കോടതി, സ്മോൾ കോടതി കേസുകളിലൊക്കെ പലപ്പോഴും ഫൈനുകളും കാര്യങ്ങളും. ഇവർ ഈ ഫൈൻ അടയ്ക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാം വിചാരം ഉണ്ടാകുന്നത് കേസ് തീർന്നു എന്നുള്ളതാണ്. ശരിയാണ്, ഈ കേസ് നിയമപരമായി ചിലപ്പോൾ എന്ത് ചെയ്തത് അവിടെ ഒന്ന് അവസാനിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവർ ഫൈൻ അടച്ചു കഴിഞ്ഞപ്പോൾ ഇവരെന്തോ ചെയ്തു, ഈ കുറ്റം അക്സെപ്റ്റ് ചെയ്തു. ഈ കുറ്റം അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ റെക്കോർഡായി കിടക്കുന്നു. എന്ന് വെച്ചാൽ ഇവന് എന്തെങ്കിലും ഒക്കെ വെരിഫിക്കേഷൻ, ഒരു പോലീസ്, ഒരു ഗൾഫിലേക്ക് വിദേശത്തേക്ക് പോകണം, ഒരു പോലീസ് വെരിഫിക്കേഷൻ, നാളെ ഒരു ഗവൺമെന്റ് ജോലി, PSCയുടെ പരീക്ഷയ്ക്ക് ഒരു ഗവൺമെന്റ് ജോലി വരുമ്പോൾ ഈ വെരിഫിക്കേഷൻ ചെല്ലുമ്പോൾ ഓൾറെഡി ഇവൻ അക്സെപ്റ്റ് ചെയ്ത് ഫൈൻ അടച്ച ഡേറ്റ അവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ആജീവനാന്ത കാലം കൊണ്ട് റെക്കോർഡായി എന്താണ് അതിൽ നിയമമായി ഇവിടെ നിൽക്കുകയാണ്. ഇത് തിരിച്ചറിയാതെ നമ്മുടെ പുതിയ തലമുറയുടെ ചിന്തയാണ് ചെറിയ കോടതിയെ കൈവശം വെച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിലാണ് വരുന്നത്. പക്ഷെ നിയമം മാറുന്നതിനെ കുറിച്ച് ഇന്ന് നമുക്ക് പത്രത്തിൽ അറിയാം. നമ്മുടെ നിയമസഭയും മുഖ്യമന്ത്രി ഒക്കെ ചേർന്നുകൊണ്ട് വളരെ വലിയ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് വളരെ സജീവമായി ഈ വിഷയത്തേക്ക് ഇടങ്ങുകയാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം, നിയമത്തിന്റെ കുരുക്കുകളിലായാലും ഈ പറയുന്ന ഒരു അടുത്ത തലമുറ നശിക്കുന്ന കുരുക്കളിലേക്കായി പെട്ടുപോകുന്ന ഒരു വലിയ വിപത്തിന്റെ ലോകത്തേക്കാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സുകൾ പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. അതിന്ന് പണ്ടൊക്കെ ലഹരിയുടെ ലോകത്തേക്ക് പോകുന്നത് പുരുഷന്മാരുടെ ഒരു സമൂഹമായിരുന്നെങ്കിൽ ഇന്ന് ഒരേ സമയം പുതിയ തലമുറയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ ലഹരിയുടെ ലോകം. ഇന്നത്തെ പത്രത്തിൽ കണ്ടു ഒരമ്മയും മകനും ചേർന്നുകൊണ്ട് ലഹരിയുടെ കച്ചവടങ്ങൾ നടത്തുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ എത്രമാത്രം അതമ്പതിച്ചു പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, താൽക്കാലികമായ സാമ്പത്തികത്തിന് വേണ്ടിയോ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ എങ്ങനെ ഒരു സമൂഹം നശിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലോകം പോകുമ്പോൾ ഇത് ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ നാട് നശിക്കാൻ പാടില്ല. എന്റെ നാടുകൊണ്ട് എനിക്കൊരു പ്രചോദനമുണ്ട്. ഓരോ വ്യക്തികളും നമ്മളെ സംബന്ധിച്ച് മനുഷ്യനായി എടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് 3 തലങ്ങളാണ്. ശാരീരികമായ ഒരു തലമുണ്ട്, മാനസികമായ തലമുണ്ട്, സാമൂഹിക തലമുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഇന്റലിജൻസ്, മെന്റൽ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെ 3 തലങ്ങളാണ്. ഈ 3 തലങ്ങളിൽ നമ്മൾ ശരിയായ രൂപത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യമുള്ള ഒരു മനുഷ്യനായി മാറും. ഇതിൽ ഏത് തലങ്ങളിലെ പ്രശ്നമായി മാറിയാണ് സമൂഹത്തിന്റെ പ്രശ്നം.
അപ്പൊ എന്റെ ഫിസിക്കൽ എക്സസൈസ് എനിക്കൊരു രോഗാവസ്ഥ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫിസിക്കൽ എക്സസൈസ് ശാരീരികമായ എക്സസൈസിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും എന്റെ കുടുംബത്തെയും ഒക്കെ ബാധിക്കും. എന്റെ മാനസികമായ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്റെ കുടുംബത്തെ ബാധിക്കും. എന്റെ സോഷ്യൽ എക്സസൈസ് സാമൂഹികമായ തലത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകുക. അപ്പൊ ഏത് തലത്തിലായാലും ഒരു മനുഷ്യൻ പൂർണ്ണമായി എടുക്കണമെങ്കിൽ ഈ 3 തലവും ഭംഗിയായിരുന്നു. ഈ 3 തലത്തിൽ എല്ലാ തലങ്ങളെയും ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്ന ഒരു വലിയ വിപത്തായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ കാലത്തെ ലഹരി വസ്തുക്കൾ മാറുന്നത്. അതുകൊണ്ട് ഈ പുതിയ കാലത്തെ ലഹരി വസ്തുക്കൾക്കെതിരെ നോ പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ അടുത്ത തലമുറയെ നോ പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഒരു ഉദാഹരണം മാത്രം പറയുന്നു. ക്രിക്കറ്റിന്റെ ലോകത്ത്, കായിക ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസം, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിന്റെ ഇതിഹാസമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. 50 വയസ്സായി ക്രിക്കറ്റ് കളിക്ക് അവസാനിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ 1973 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഏപ്രിൽ മാസത്തിലാണ് 73 ഏപ്രിൽ മാസത്തിലായിരിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നത് ഏതാണ്ട് 8 മാസം മുമ്പ് ജനിച്ച ഒരു പയ്യനും ഒന്നിച്ച് 2 പേരാണ് ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് വരുന്നത്. ഇവർ 2 പേരും ഒരേ സമയം ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് വന്നതാണ്. നമുക്കറിയാം വിനോദ് കാംബ്ലി എന്ന് പറഞ്ഞ മനുഷ്യൻ, സച്ചിൻ ടെണ്ടുൽക്കർ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് വന്ന 2 വ്യക്തിത്വങ്ങളായിരുന്നു വിനോദ് കാംബ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ. പക്ഷേ യഥാർത്ഥ ക്രിക്കറ്റിന്റെ ഇതിഹാസമായി മാറേണ്ടിയിരുന്നത് വിനോദ് കാംബ്ലി ആയിരുന്നു. കാരണം ആദ്യത്തെ കളിയിൽ സെഞ്ചുറി എടുത്തവനാണ് വിനോദ് കാംബ്ലി. പക്ഷെ 1ാമത്തെ കളിയിൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് സെഞ്ചുറി പോയിട്ട് 10 റൺ തേക്കാൻ സാധിക്കാതിരുന്നപ്പോൾ 1ാം കളിയിൽ സെഞ്ചുറി എടുത്തവനാണ് വിനോദ് കാംബ്ലി. 15 കളി കൊണ്ട് 2ാമത്തെ ഡബിൾ സെഞ്ചുറി എടുത്തവനാണ് വിനോദ് കാംബ്ലി. സച്ചിൻ ടെണ്ടുൽക്കറിന് 2ാമത്തെ ഡബിൾ സെഞ്ചുറി എടുക്കാൻ വേണ്ടി 10 വർഷം കളിക്കേണ്ടി വന്നപ്പോൾ വെറും 15ാമത്തെ കളി കൊണ്ട് 1.25 വർഷം കൊണ്ട് 2ാമത്തെ ഡബിൾ സെഞ്ചുറി എടുത്തവരാണ് വിനോദ് കാംബ്ലി. പക്ഷേ വിനോദ് കാംബ്ലിയുടെ ജീവിതം നഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ വസ്തുവാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു, ലഹരി വസ്തു. സച്ചിന്റെ ജീവിതം നശിക്കാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ നോ പറയാൻ സാധിച്ചു. സച്ചിന്റെ അപ്പൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ മനുഷ്യൻ ചെറുപ്പമായിരുന്ന സച്ചിനെ കൈപിടിച്ചു കൊണ്ടുനടക്കാൻ ഉണ്ടായിരുന്നപ്പോൾ വിനോദ് കാംബ്ലിക്ക് ഇല്ലാതെ പോയത് കൈപിടിച്ച് നടത്തുന്ന ഒരു നല്ല മുതിർന്ന തലമുറയാണ് ഒപ്പം ഇല്ലാതെ പോയി. അതുകൊണ്ട് എല്ലാവിധ കഴിവുകളും ഉണ്ടായിട്ട് പോലും അവൻ നശിച്ചു പോയതിന്റെ യഥാർത്ഥ കാരണം എന്താ? കഴിവുകളില്ലാഞ്ഞിട്ടല്ല, യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വസ്തുവാണ്, ലഹരി വസ്തു. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം, നമ്മുടെ പുതിയ തലമുറ, നമ്മളെക്കാളൊക്കെ വിദ്യാഭ്യാസവും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു പുതിയ തലമുറയാണ് നമുക്കുള്ളത്. നമ്മുടെയൊക്കെ കഴിഞ്ഞ തലമുറകളെ സംബന്ധിച്ച് ഈ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സൗകര്യങ്ങളും എല്ലാം ഉള്ള വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ, ഈ പറഞ്ഞ സാമ്പത്തികമായ സൗകര്യങ്ങൾ എല്ലാം ഉള്ള ഒരു പുതിയ തലമുറ താൽക്കാലികമായ സന്തോഷങ്ങളുടെ മുന്നിൽ പോയി നഷ്ടപ്പെടണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ മുതിർന്നവരും അവരെ വഴികാണിച്ചു കൊടുക്കേണ്ടവരും നമ്മളാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്കത് സാധിക്കണം. അത് നമ്മളെ ഒന്നിച്ചു നിന്നുകൊണ്ട്, ഈ നാട് ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെതിരെ ശബ്ദം ഉയർത്താൻ സാധിക്കണം. ഇവരെ കൈപിടിച്ചു കേട്ടാൽ, ഇല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള കൂട്ടായ്മകളോ ഒന്നും നാടിനെ നയിച്ചുകൊണ്ട് പോകാൻ, നാട്ടിലെ തിന്മകൾക്കെതിരെ ഒന്ന് പ്രവർത്തിക്കാൻ പോലും, അല്ലെങ്കിൽ തിന്മകൾക്കെതിരെ ശബ്ദം ഉയർത്താൻ പോലുള്ള ഒരു പുതിയ തലമുറ ഇല്ലാതായി മാറും. അപ്പൊ അതുകൊണ്ട് പുതിയ തലമുറയെ നമുക്ക് വഴി നടത്താം. അവരും നമുക്ക് നോ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. ജീവിതത്തിലെ ആവശ്യമില്ലാത്തതിനെ നോ പറയുന്ന ഒരു പുതിയ സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആശംസിച്ചില്ലേ?